മലയാളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമയാണ് ലോക. ഇനി ഭാവിയിൽ കൂടുതൽ സിനിമകളും കൂടുതൽ കഥാപാത്രങ്ങളും ഈ യൂണിവേഴ്സിൽ നിന്നും കാണും. ഈ സിനിമയുടെ അടുത്തടുത്ത ഭാഗങ്ങൾക്കായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഇന്ന് ലോക എന്ന സിനിമ കേവലം ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു കൾച്ചറൽ റെപ്രസെൻറ്റേഷൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു മലയാളി എന്ന രീതിയിൽ അടുത്ത സിനിമ കൂടുതൽ നന്നാവണം എന്ന് ആഗ്രഹമുണ്ട്. ലോക സിനിമയുടെ 2ാം ഭാഗം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ സിനിമ കണ്ട ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. കള്ളിയങ്ങാട്ട് നീലി എന്ന നാടോടി കഥയെടുത്ത് അതിനെ മോഡേണൈസ് ചെയ്യുന്നു. യക്ഷി എന്ന സങ്കല്പത്തെ സാധാരണയായി കണ്ട് ശീലിച്ചിരിക്കുന്ന വെള്ള സാരിയിൽ നിന്നും മാറ്റി കുറച്ചുകൂടി ഇന്നത്തെ കാലത്തിന് പറ്റുന്ന വിധത്തിൽ മാറ്റുന്നു. അതേസമയം അത്ര നന്നായി തോന്നാഞ്ഞത് ദുൽഖർ ചെയ്ത ചാർലി എന്ന കഥാപാത്രത്തിൻ്റെ വേഷമാണ്. 2017 ഗാർഡിയൻസ് എന്ന ഹോളിവുഡ് സിനിമയിലെ കഥാപാത്രത്തിനെ അതുപോലെ തന്നെ അടിച്ചു മാറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. ഉദ്ദേശിച്ചത് നിഞ്ച പോലുള്ള വളരെ കൂളായിട്ടുള്ള കഥാപാത്രത്തിനെയാണ് എന്ന് മനസ്സിലായി. പക്ഷേ എന്തിനാണ് ആ കഥാപാത്രത്തെ നിഞ്ച ആക്കിയത് എന്ന് മനസ്സിലായില്ല. ഒരുപക്ഷെ അടുത്ത സിനിമയിൽ ഈ ക്യാരക്ടർ പണ്ട് ജപ്പാനിലായിരുന്നു എന്നൊക്കെ കാണിക്കുമായിരിക്കാം. പക്ഷേ ഒന്ന് ആലോചിക്കുക, ഇത് ഒടിയനാണ് എന്ന് തോന്നിക്കുന്ന എന്ത് ഘടകമാണ് ഈ ഡിസൈനിലുള്ളത്? ജാപ്പനീസ് കറ്റാനയും ഷുരിക്കനും ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? കാലങ്ങളായി ഡെഡ്പൂൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സൂപ്പർ ഹീറോ സിനിമകളിൽ ഈ ജാപ്പനീസ് കറ്റാന ഉപയോഗിക്കുന്നത് കാണാം. പല ഇന്ത്യൻ സിനിമകളിലും ഈ ആയുധം ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ജാപ്പനീസ് കറ്റാന ഇത്ര കണ്ട് പോപ്പുലർ ആവാൻ എന്താണ് കാരണം? പല ജാപ്പനീസ് സിനിമകളിലും ആനിമയോ നോക്കിക്കഴിഞ്ഞാൽ കറ്റാന എന്നത് കേവലം ഒരു ആയുധം മാത്രമല്ല, ഉപയോഗിക്കുന്ന ആളുടെ ഒരു ഐഡന്റിറ്റി കൂടിയാണ്. പലപ്പോഴും ഓരോ കറ്റാനയ്ക്കും പേരുകൾ പോലും ഉണ്ട്. ഇപ്പോൾ ഡെമൺ സ്ലെയർ എന്ന ആനിമെ, അതിൽ ഓരോ ക്യാരക്ടറിനും ഓരോ തരം കറ്റാനയാണ്. ഓരോ ക്യാരക്ടറിനെയും രീതികൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. റുറോനി കെൻഷിൻ എന്ന കഥയിൽ ആ കഥാപാത്രം ആരെയും കൊല്ലാനായി വാളെടുക്കില്ല എന്നൊരു ഫിലോസഫി വിശ്വസിക്കുന്ന കഥാപാത്രമാണ്. അതുകൊണ്ട് തന്നെ റിവേഴ്സ് ബ്ലേഡ് എന്ന മൂർച്ചയില്ലാത്ത ആയുധമാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഓരോ ആയുധവും ഉപയോഗിക്കുന്ന ആളുടെ ഫിലോസഫി കൂടി പ്രതിഫലിക്കുന്നു. ഇങ്ങനെ ആയുധങ്ങൾക്ക് സവിശേഷമായ പ്രാധാന്യം സിനിമയിലും ആനിമയിലും കൊടുക്കുന്ന കാരണമാണ് കറ്റാന ഇത്ര കണ്ട് പോപ്പുലർ ആയത്. ഡെമൺ സ്ലെയർ എന്ന ആനിമയുടെ കട്ട ഫാൻസ് ഓരോ കഥാപാത്രത്തിനെയും കറ്റാന വാങ്ങിവെക്കും. ഇനി നിഞ്ച. ചരിത്രപരമായി കറുത്ത വസ്ത്രം ധരിച്ച ആളുകളല്ല ഈ നിഞ്ച എന്ന് പറയുന്നത്. അവർ സാധാരണയായി കർഷകരുടെ വേഷത്തിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. പിന്നീട് കബുക്കി എന്ന പരമ്പരാഗത നാടകത്തിലൂടെയാണ് ഈ കറുത്ത വേഷം പ്രചരിക്കുന്നത്. പിന്നീട് ഒരുപാട് ആനിമകളിലൂടെയും സിനിമകളിലൂടെയും ഈ ഒരു ചിത്രം കൂടുതൽ ജനകീയമായി. ഇങ്ങനെയാണ് ആ ഒരു രാജ്യത്തെ ഒരു പ്രത്യേക വേഷം പോപ്പ് കൾച്ചറായി മാറുന്നത്. ഇതുപോലെ തന്നെ ആദ്യമായിട്ട് നഞ്ചക്കു എന്ന ചൈനീസ് ആയുധം പലരും കണ്ടത് ബ്രൂസ് ലീ സിനിമയിലൂടെ ആയിരിക്കും. ബ്രൂസ് ലീ, ജാക്കി ചാൻ, ജെറ്റ് ലീ എന്നിവരുടെ സിനിമകൾ ലോകമെമ്പാടും വലിയ വിജയം കണ്ട ശേഷമാണ് കുങ്ഫു പഠിക്കാൻ ഇത്രയധികം ആളുകൾക്ക് താല്പര്യമുണ്ടായി തുടങ്ങിയത്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കുങ്ഫു, MMA, തായ്ക്കോണ്ടോ, കരാട്ടെ ഒക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. കളരിയെപ്പറ്റി പുറമെ അറിയില്ല. ഇനി അറിഞ്ഞാൽ തന്നെ അത് അത്ര കൂളായിട്ടുള്ള സംഗതിയായിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ സിനിമകളിൽ ആയുധം എന്നത് കേവലം ഒരു ടൂൾ മാത്രമാണ്. അതിനപ്പുറം ഒരു പോപ്പ് കൾച്ചർ പ്രാധാന്യം നമ്മൾ ആയുധങ്ങൾക്ക് കൊടുക്കാറില്ല. കേരളത്തിൽ നിന്നുണ്ടായ ഒരു കഥയിലെ കഥാപാത്രം പോലും കറ്റാനയാണ് ഉപയോഗിക്കുന്നത്. നാളിതുവരെയും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സംഗതി മറ്റു സംസ്ഥാനങ്ങളിലോ രാജ്യങ്ങളിലോ ഇതുപോലെ താല്പര്യത്തോടെ കാണുന്നുണ്ടോ? ഇത് നമ്മുടെ സിനിമകളിലൂടെ എളുപ്പം സാധിക്കും. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ കൾച്ചറൽ എലമെന്റ്സ് ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ ലോകയെ കാണുന്നത്. അതുകൊണ്ടാണ് ഒടിയൻ എന്ന കഥാപാത്രം കറ്റാന ഉപയോഗിക്കുമ്പോൾ എനിക്ക് അസംതൃപ്തി വരുന്നത്. ലോക എന്നത് നമ്മുടെ നാടോടി കഥകളെ മോഡേൺ സ്റ്റൈലിൽ അവതരിപ്പിച്ച നല്ല എൻ്റർടൈനിങ് സിനിമ തന്നെയാണ്. ഒരുപക്ഷെ ലോക എന്ന സിനിമയുടെ വീഡിയോ ഗെയിമുകൾ, ടോയ്സ്, ഫാഷൻ എല്ലാം കേരളത്തിലും ഇന്ത്യയിലും ശക്തിപ്പെടാൻ സാധ്യതയുമുണ്ട്. ഇതെല്ലാം അറിഞ്ഞു കണ്ട് ചെയ്താൽ മാത്രമേ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ. അതിനാൽ വിമർശനങ്ങൾ അനിവാര്യമാണ്.